ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. 9ാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും സഹാധ്യക്ഷന്മാരാകും. രാജ്യത്ത് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശകൾ തയ്യാറാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. മലയാള സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. പാരീസ് പാരാലിമ്പിക്സിന് നാളെ തുടക്കം. പ്രതീക്ഷയോടെ ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈൻ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. ജനാധിപത്യം, നിയമവാഴ്ച, ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം എന്നിവയുടെ പൊതുവായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഇന്ത്യ US തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഗണ്യമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ക്വാഡ് ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും ആവർത്തിച്ചു. ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന 9ാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബ്രസീൽ വിദേശകാര്യമന്ത്രി മൌറോ വിയേരയും സഹാധ്യക്ഷന്മാരാകും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രസീൽ വിദേശകാര്യമന്ത്രി ശനിയാഴ്ച രാജ്യതലസ്ഥാനത്തെത്തി. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് വിയേരയുടെ സന്ദർശനം കൂടുതൽ ഊർജ്ജം പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ജൂലൈയിൽ റിയോ ഡി ജനീറോയിൽ നടന്ന G20 വികസന മന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ദമു രവി ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിച്ചിരുന്നു. രാജ്യത്ത് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശകൾ തയ്യാറാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് പരമോന്നത കോടതി കർമ്മസേന രൂപീകരിച്ചത്. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈയുടെ പുനരുജ്ജീവനത്തിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രി ആദ്യമായി നടത്തുന്ന ഔദ്യോഗിക സന്ദർശനമാണിത്. വയനാട് ദുരിതാശ്വാസം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. മറ്റന്നാൾ വൈകിട്ട് ഓൺലൈനായാണ് യോഗം. ഉരുൾപൊട്ടലിൽ ഇനി 159 പേരെയാണ് കണ്ടെത്താനുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നു മുതൽ അധ്യയനം ആരംഭിച്ചു. GLPS മേപ്പാടി, GHSS മേപ്പാടി എന്നിവയാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 6 ജില്ലകളിലായി 24 സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 18-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ഓഗസ്റ്റ് 30-ആണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. 2-3 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് യഥാക്രമം സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലാണ്. ഒക്ടോബർ 4-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. പൊതുജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാനായി കേന്ദ്ര സർക്കാർ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. www.pgportal.gov എന്ന ഏകജാലക സംവിധാനം വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യാം. ഇവ കാര്യക്ഷമമായി പരിഹരിക്കുന്നതിന് മന്ത്രാലയങ്ങൾ നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറിയിച്ചു. തീർപ്പാക്കിയ പരാതികളെക്കുറിച്ച് SMS അല്ലെങ്കിൽ ഇമെയിൽ മുഖേന പരാതിക്കാരനെ അറിയിക്കും.
അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള 8 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. ഇവരെ ശ്രീലങ്കയിലെ മാന്നാർ നാവികസേന ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അറസ്റ്റിലായ മുഴുവൻ പേരും രാമേശ്വരം സ്വദേശികളാണ്. അറസ്റ്റിലായവരെ മോചിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് മത്സ്യത്തൊഴിലാളികളുടെ സംഘടന ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിലാണ് നടപടി. മലയാള ചലച്ചിത്ര മേഖലയെന്ന വലിയ സംവിധാനത്തെ തകിടം മറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചലച്ചിത്ര താരവും MLAയുമായ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടതി തീർപ്പ് കൽപ്പിക്കട്ടെയെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിയമപരമായ നടപടികൾ നടക്കുകയാണെന്നും ഇതിൽ വ്യക്തിപരമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ലെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പാർട്ടിയും സർക്കാരും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകില്ലെന്നും കൃത്യമായ നിലപാടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുകേഷ് MLAയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള ചലച്ചിത്ര സംവിധായകൻ മോഹൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 1978 പുറത്തിറങ്ങിയ വാടക വീടാണ് ആദ്യ സിനിമ. ശാലിനി എന്റെ കൂട്ടുകാരി, വിട പറയും മുമ്പേ, ഇളക്കങ്ങൾ, ഇടവേള, ആലോലം, രചന, മംഗളം നേരുന്നു, പക്ഷേ, സാക്ഷ്യം, അങ്ങനെ ഒരു അവധിക്കാലത്ത് തുടങ്ങി 23 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പാരീസ് പാരാലിമ്പിക്സിന് നാളെ തുടക്കം. 84 അത്ലറ്റുകളാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത്. അമ്പെയ്ത്തിൽ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ പാരാ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് ശീതൽ ദേവി ഇറങ്ങും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം സുമിത് നാഗൽ ആദ്യ റൌണ്ടിൽ തന്നെ പുറത്ത്. നെതർലാൻഡ്സിന്റെ ടാലൻ ഗ്രിക്സ്പൂരിനോട് നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സുമിത് തോൽവി വഴങ്ങിയത്. സ്കോർ 1-6, 3-6, 6-7. സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഏക താരമാണ് നാഗൽ. അതേസമയം ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, യുഗി ബാംഭ്രി, ശ്രീറാം ബാലാജി എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 2.5 മാസമായി ചികിത്സയിലിരുന്ന മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. ആലപ്പുഴ ചേപ്പാട് കുന്നേൽ പ്രദീപിന്റെ ഏക മകൾ പ്രവീണയാണ് മരിച്ചത്. ഡൽഹിയിലെ VMCC നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ജൂൺ ആദ്യം ഹോസ്റ്റലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലെ മാൾവാനിൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ പ്രതിമ തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഇന്ത്യൻ നാവികസേന. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി നാവികസേന അറിയിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാരുമായും വിദഗ്ധരുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും സേന പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്നലെ ഉച്ചയോടെയാണ് 35 അടി ഉയരമുള്ള ശിവജി പ്രതിമ തകർന്നു വീണത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹികളിൽ ഒരാളായ മദർ തെരേസയുടെ 114ാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി ദുബായ് മില്ലേനിയം പ്ലാസയിൽ 24ാമത് അന്താരാഷ്ട്ര മദർ തെരേസ അവാർഡ് ദാന ചടങ്ങ് നടന്നു. ഇന്ത്യയൊട്ടാകെയുള്ള ന്യൂനപക്ഷ ദുർബല വിഭാഗങ്ങളുടെ സമിതി സംഘടിപ്പിച്ച പരിപാടി 2ാം തവണയാണ് ഇന്ത്യയ്ക്ക് പുറത്തു നടക്കുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം, കായിക, സാമൂഹിക പ്രവർത്തനം തുടങ്ങിയ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ അസാധാരണ വ്യക്തികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്ര ധനമന്ത്രാലയത്തിൽ നിന്ന് 46,000-ലധികം രൂപയുടെ ധനസഹായം ലഭിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ ലിങ്ക് പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. മെസ്സേജിംഗ് ആപ്പിലൂടെ പാവപ്പെട്ടവർക്ക് സഹായം ധനം നൽകുന്നു എന്ന് പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സന്ദേശമായി അയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അപേക്ഷകന്റെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ക്ലെയിമുകൾ വ്യാജമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 9ാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും സഹ അധ്യക്ഷന്മാരാകും. രാജ്യത്ത് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശകൾ തയ്യാറാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. മലയാള സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. പാരീസ് പാരാലിമ്പിക്സിന് നാളെ തുടക്കം. പ്രതീക്ഷയോടെ ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.